അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി ബ്രിഡ്ജിൽ വന്നതാണ്. നമുക്കിനി തൂക്കം നോക്കണം. മുമ്പിലൊരു വണ്ടി തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കം നോക്കണം. നമുക്കിവിടെ 11 മണി ആവാറായിട്ടോ സമയം. ഇപ്പോൾ നമ്മൾ 9-9:30 ആയി കയറ്റി കഴിയാൻ. പിന്നെ അവിടുന്ന് ബ്രിഡ്ജിക്ക് തൂക്കി എത്താനുള്ളൊരു സമയം ഏകദേശം 10:50 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ വണ്ടി തൂക്കിയിട്ട് നമ്മൾ യാത്ര അങ്ങനെ തുടരും. ഇന്നിപ്പോൾ ഇവിടെ ഞായറാഴ്ചയാണ്. നമുക്ക് ചൊവ്വാഴ്ച ഡെലിവറി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ യാത്ര കർണാടകയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കോലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് 3 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. നിറച്ച് വെള്ളം ഉണ്ടാവും, കടൽ മാതിരിയാണ്. പക്ഷെ വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട് ഇപ്പോൾ കൃഷിപ്പാടായിക്കണം തല മുതൽ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ട് ഓരോ ദിവസങ്ങളിലൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തുള്ള വെള്ളം. 3 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. അത്രയും നീളത്തിൽ വെള്ളമുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തായി വെള്ളം. വെള്ളം ഇങ്ങനെ കുറയുമ്പോൾ നിറച്ച് മീനുണ്ടാവും. ആൾക്കാരിങ്ങനെ താഴത്ത് മീൻ പിടിക്കല്. ആ തളികയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടൊക്കെ ഉണ്ട് മീൻ പിടിക്കുക. ആടിൻ്റെ ട്രെയിലറാണത്. ആടിനെ കൊണ്ടുവന്ന ട്രെയിലർ. 1 2 അല്ല 3 ബോഗി. മൂന്നര കിലോമീറ്ററിൽ ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ എത്തുമ്പോൾ അടുത്ത് വെള്ളം വറ്റി. ബാക്കി സ്ഥലത്തുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളു വെള്ളം. മഴക്കാലമാണെങ്കിൽ ഒരു കടലിലേക്ക് നോക്കുന്നൊരു ഫീലാണ് ഇവിടെ. 2 തലത്തിൽ നോക്കിയാലും അറ്റം കാണില്ല. വാട്ടർ ഹൗസൊക്കെ അതിൻ്റെ വെള്ളത്തിലായിരിക്കും. പാലം. നമ്മളിപ്പോൾ ഹുബ്ലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹുബ്ലി ബൈപ്പാസിലാണ്. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ വീൽമെന്നൊരു സൗണ്ട് ഇങ്ങനെ വന്നപ്പോൾ നമ്മളൊന്ന് ഒരു മെക്കാനിക്കിനെ കാണിച്ച് നോക്കാമെന്ന് കരുതി. എന്താണെന്ന് അറിയാഞ്ഞിട്ട് മെക്കാനിക്ക് വന്ന് വീല് കഴിച്ച് നോക്കി. നമ്മൾ ലൈനറിൻ്റെ സ്പ്രിങ് പൊട്ടിയതാണ്. അപ്പോൾ ആ ലൈനറിൻ്റെ സ്പ്രിങ് ഒന്ന് മാറ്റിയിട്ടാൽ നമുക്ക് വീണ്ടും യാത്ര തുടരാം. അപ്പോൾ ആ ലൈനറിൻ്റെ സ്പ്രിങ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മെക്കാനിക്ക്. ഇതാണ് നമ്മളെ സ്പ്രിങ് വരും കേട്ടോ. ഇത് ലൈനറിൻ്റെ ഉള്ളിലുണ്ടാവും. അത് പൊട്ടിയതാണ്. ഇതുപോലൊരു കൊളുത്ത് അതിനുണ്ടാവും. ഇവിടെ ഇല്ല. പുതിയ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങൊക്കെ മാറ്റി ഇനി വീല് കൊടുത്തിയാൽ നമുക്ക് യാത്ര തുടരാം. ടയർ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് ടൗണ് കഴിഞ്ഞിങ്ങനെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അപ്പുറത്തുള്ള കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ചായ കുടിച്ചുട്ടോ. ചായ കുടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു ടിപ്പർ ഡ്രൈവറെ നമ്മൾ കണ്ടു. പരിചയപ്പെട്ടു. നമ്മൾ വീഡിയോ കാണേണ്ട ആളാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യില്ല ചോദിച്ചിട്ട് വന്ന് അങ്ങനെ സംസാരിച്ച്. മൂപ്പ് ലേശം അർജൻറ്റിലാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി യാത്ര തുടരട്ടെ.
നമ്മൾ തലശ്ശേരി മാഹി ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മാഹിന്ന് ഡീസൽ ഫുള്ളടിക്കാം. നമ്മുടെ ബോർഡർ കർണാടക ബോർഡർ തലപ്പാടിയിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് എത്തും കാസർഗോഡേക്ക്. റോഡ് ഒരു 80-85% റോഡ് പണി പൂർത്തിയായതുകൊണ്ട് ഇപ്പോൾ ടൈം ഒരുപാട് കിട്ടുന്നുണ്ട് നമുക്ക്. കാസർഗോഡ് നമ്മളൊരു 3 മണിക്കാണ് കാസർഗോഡ് എത്തിയത്. ഇപ്പോൾ ഒരു 5:30 മണിയായി. നമ്മൾ മാഹി എത്താറായി. മാഹി ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത്. റോഡൊക്കെ ഫുള്ള് പണി കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ കൊണ്ട് സമയം കൊണ്ടൊക്കെ ഒരുപാട് ലാഭം കിട്ടും. അതാണ് ഒരു സമാധാനം ഉണ്ടാവും. ബൈപ്പാസിൽ നിന്ന് എക്സിറ്റ് ആക്കി യൂട്ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് മാഹിക്ക് പോകാൻ കേട്ടോ. മറ്റേത് തലശ്ശേരി കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ തലശ്ശേരി കൂടെ വരാൻ നമുക്ക് മാഹിക്ക്. പക്ഷേ അവിടെ 1 വേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ വെച്ച് നമ്മൾ കണ്ണൂർക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരെ തലശ്ശേരി പോകാനാണ് സുഖം. ഇവിടെ ബൈപ്പാസിൽ പുതിയ പമ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ വലിയ വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുവണ്ടിയൊക്കെ അടിച്ചിട്ട് പോകാം. ഏകദേശം വെളിച്ചം വെച്ച് തുടങ്ങി. ഇത് റെയിൽവേൻ്റെ മേൽപ്പാലാണ്. പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ട്. ഇത് കഴിഞ്ഞുള്ള എക്സിറ്റിൽ നമുക്ക് ഇറങ്ങണം. ഇവിടെ നമ്മൾ എക്സിറ്റാണ് കേട്ടോ. മൂന്നാം ഗേറ്റ് അഴിയൂർ. തലശ്ശേരി 3-ാം ഗേറ്റ്. കോഴിക്കോട്. നമുക്ക് ഇവിടെ യു ടേൺ ചെയ്ത് പോകാം. അപ്പോൾ തലശ്ശേരി കണ്ണൂർ പഴയ റൂട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇവിടുന്ന് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ റോഡ് ബ്ലോക്കാണ്. തിരക്കായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പോലീസുകാരിങ്ങനെ കൈയാട്ടിട്ട് ലോറിക്കാരൻ മാത്രം സൈഡാക്കിയിട്ടുണ്ട്. റോഡ് ബ്ലോക്കാണ് എന്നാണ് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നിൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞത്. നല്ല തിരക്കാണ് റോഡ്. വരുന്ന വണ്ടികൾ ഇങ്ങനെ ബാക്കിൽ സൈഡാക്കി നിർത്തുന്നുണ്ട്. നമ്മൾ പിടിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. തിരക്ക് കൂടല്ലാതെ തിരക്ക് കുറയണില്ല. ഇപ്പം 2 ലൈന് വണ്ടിയായി തുടങ്ങി. മുന്നിൽ കൊണ്ട് സൈഡാക്കി എടുത്ത് കളി. ആകെ തിരക്കായി. അപ്പോൾ നമ്മൾ പോലീസുകാരുടെ അനുവാദം വാങ്ങിക്കണ്ടേ. ഉള്ളി വണ്ടിയല്ല അത്. വെയിലും കൊണ്ട് കിടന്നാൽ കംപ്ലൈൻ്റ് ആണ്. നിങ്ങളൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറേ നേരം വിട്ടോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് പോവുകയാണ്. മറ്റുള്ള വണ്ടിക്കാരൊന്നും വിട്ടിട്ടില്ല. അലിബായിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴേ ബായിൻ്റെ വണ്ടി എന്നാ വിട്ടുവിടാറ്. അത് ബായിൻ്റെ ചെറിയ വണ്ടിയില്ലേ. ബായിൻ്റെ വണ്ടി. ബായിൻ്റെ വണ്ടി ഉള്ളി ആയതുകൊണ്ട് തിരക്കില്ല. ഞാൻ പറയുന്നത് മാർക്കറ്റ് കൊടുക്കാനുള്ള സാധനമാണ്. നമ്മളെ തടി കിട്ടിയതാണ്. നേരം കുറേ 10 മണിയായി. 8:45 പിടിച്ചിട്ട് നമ്മൾ.
അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കി തീരാനായിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ കുറച്ച് ഇറക്കി ഒരു 3 പാർട്ടി മാർക്കറ്റിൽ കൊടുത്തു. ബാക്കിയുടെ ഗോഡൗണിൽ കൊടുക്കുന്നതാണ് ഇവിടുത്തെ പാർട്ടിൻ്റെ, നമ്മൾ ഉള്ളിലോട് എടുത്ത പാർട്ടിൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഗുഡ്സ് വണ്ടിയിൽ ചെറിയ വണ്ടി ഇങ്ങനത്തെ വണ്ടിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് വണ്ടിയും കൂടി പോയാൽ നമ്മളെ ലോഡ് തീർന്നു. ഇതൊരു 10 വണ്ടി വന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഉച്ച തിരിഞ്ഞ മഴയായിരുന്നു. അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെയാണ്, അത് വെള്ളം നിൽക്കണ്ടില്ല, ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ, ഒന്നും മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ ലോഡ് ഇറക്കി തീരാറായി. അപ്പോൾ നമ്മൾ വീഡിയോ ഇതോടുകൂടി തീർക്കുകയാണ്. ഈ ഒരു വിശേഷങ്ങൾ അടുത്ത വീഡിയോയും പിന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായി വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.